എന്തൊരു മുടിഞ്ഞ പാരാണത്. അതെ, ഇത് എത്ര കിലോമീറ്റർ ചോന്നുന്ന വല്ല പിടിയുണ്ടാ? നോക്കിയാ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ചോന്ന് ഇങ്ങട്. എന്താ നിർത്താൻ നിർത്തി. വായ് ശമ്പളം കൂട്ടി തരണ ഇപ്രാവശ്യം. ചത്ത സ്ഥലത്തിട്ട് കുത്തല്ലേ പോയേ. ആ കുത്തിട്ട സ്ഥലത്തൊക്കെ ഇളഞ്ചൂടില് കിഴി കെട്ടിട്ട് ഒന്ന് പിടിച്ചിട്ട് തരിപ്പിക്കാ, ഒന്ന് മരവിപ്പിക്ക്. കിഴി കെട്ടി പിഴി. കിഴി കെട്ടി പിഴിയാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ ഓടി നടന്ന അടിമേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ നോക്ക്. തിരിഞ്ഞങ്ങട് ഇറ്റലിക്കാരെ കുത്തിയതാണ്. ഇറ്റലിക്കാര് കുത്തി. ഇതെവിടെ കിട്ടി? ഡെൻമാർക്ക്. ഡെൻമാർക്കിന്റെ കിട്ടി. നെതർലാൻഡ്സ്. പേരൊക്കെ കറക്റ്റ് അടി പേടിക്കല്ല, കാര്യങ്ങളൊക്കെ കറക്റ്റ്. താടിക്ക് കുത്തിട്ട് ചെല്ല് വളഞ്ഞു. അതെ, ഇനി പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഭൂഗോളത്തിന്റെ ആവശ്യമില്ല. അച്ഛന്റെ മോറിങ്ങിൽ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇതൊരു വണ്ടി വരണ്ടല്ല, പത്രക്കാരാണെന്നുണ്ട്. പ്രസന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുത്താനാണോ? അല്ല, പത്രക്കാരെന്തായാലും കിട്ടിയത് എത്രയെന്ന് കണക്കെടുക്കാൻ വരിക. എന്റെ കാര്യം എനിക്ക് പറയണം. അയ്യോ അല്ല, എപ്പോ എത്തിയതല്ലല്ലോ, കൊണ്ടുവന്നതല്ലേ. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങനെ കിട്ടും. ഇങ്ങനെ ആകുമ്പോഴാണല്ലോ എല്ലാരും അടുത്തേക്ക് വരിക. നല്ല പോലെ അടുക്കുമ്പോൾ ആരും ഇതുവരെ വന്നില്ല. നിങ്ങളെ കുറച്ച് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ്. നിങ്ങളെ തോൽവി ഭയങ്കര ബോറായി പോയിട്ട്. നിങ്ങളെ തോൽവി എന്റെ വർത്തമാനം കേട്ടിട്ട് എന്റെ കൂടെ ഒന്നൊക്കെ ജയിച്ചു തരികയുള്ളൂ. നമ്മളെ ഒളിമ്പിക്സിൽ ബാന്ദ്ര ജയിച്ചത് ആൺകുട്ടിയാ. അപ്പൊ നിങ്ങളോ? അല്ല, ആൺകുട്ടികൾ 3 തരം ഉണ്ടല്ലോ. മൂത്ത ആൺകുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി, മൂന്നാമത്തെ ആൺകുട്ടി, അങ്ങനെയാ. നിന്റെ വർത്താനം കേട്ടിട്ട് എല്ലാരും കൂടെ ഒന്നരക്ക് ജയിച്ചാണല്ലോ. 5 പുറത്തു പോയി ഇതുവരെ ജയിച്ചത്. കോടിക്കണക്കിന് രൂപ കോഴ മാതൃരാജ്യത്തിന് ഉറ്റിക്കൊടുത്ത് തോറ്റ ക്രിക്കറ്റ് താരങ്ങൾ തോറ്റല്ല പ്രശ്നം, പാവപ്പെട്ട ഒരു ബോക്സർ തോറ്റ പ്രശ്നം. ഞാൻ തോറ്റിട്ടുമില്ല. പിന്നെ നിലംപരിശായി പോയതാ. നിലംപരിശ് എന്ന് പറഞ്ഞാല് ഇടിച്ചിട്ട് നിലത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണ ഒട്ടിച്ചിട്ടാഞ്ഞു പോയേ. ആരായിരുന്നു എതിരാളി? ടൈസേ. അരുമ്പള ടൈസണോ? ടൈസൺ എന്താണ്? എൻ്റെ അമ്മാവൻ്റെ മകനാ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ട. അയാളെവിടെ കിടക്കണിക്ക് അവിടെ ഇത്രയും വലിയ വലിയ ആളെ കട്ടിട്ട് ഇങ്ങനെ ഉപമ പറയല്ലേടാ. ടൈസനാണ് ആളെങ്ങനെ? മനുഷ്യനല്ല എന്ന് വെച്ചാൽ ചെയ്ത്തേ. ബിരിയാണി ചെമ്പിന്റെ മൂട് കണ്ടില്ല അടിഭാഗം, അങ്ങനത്തെ ഒരു കറുത്തരുണ്ട് ഒരു സ്വത്വം. ഒരൊറ്റ കുത്ത് 600 പൗണ്ട് വെയിറ്റാ. അത് ശരി. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ? എനിക്ക് കിട്ടിയിട്ടാണ് എന്നെ സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചാരി എത്തിച്ചിട്ട്. നിനക്ക് കിട്ടിച്ചാൽ പൊറാട്ട മാവടിച്ചാരി പോവും. അയ്യോ, എത്ര റൗണ്ടായിരുന്നു മത്സരം? 4 റൗണ്ട്സ്. അതെ, ഇതുവരെ വേൾഡ് ടൈസനോട് ഒരു റൗണ്ടിൽ കൂടുതൽ ഒരു ബോക്സറും പിടിച്ചിരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ 4 റൗണ്ട് പിടിച്ചിരുന്നു. 4 റൗണ്ട്സ്. ആദ്യത്തെ റൗണ്ടിൽ ടൈസനാ ജയിച്ചേ. അത് ജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു ഗെയിം വിട്ടുകൊടുക്കണം. കാരണം എതിരാളിയുടെ ശക്തി അറിഞ്ഞിട്ട് എനിക്ക് കുത്താനാ. ആദ്യത്തെ ഒരു ഗെയിം ഞാൻ വിട്ടുകൊടുത്തു, അതിൽ ടൈസൺ ജയിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ തോറ്റിക്കണ്. അതിനൊക്കെ തന്നെയാണല്ലോ, ആദ്യം ഒരാൾ ജയിക്കുമ്പോ വേറെ ആൾ തോൽക്കണം. അത് ഞാൻ പറഞ്ഞതല്ല. മൂന്നാമത്തെ റൗണ്ടിൽ ടൈസൺ അയച്ചു. അത് റെഡിയാ. നാലാമത്തെ റൗണ്ടിലാണ് ഞാൻ തോറ്റത്. മനുഷ്യ, ഇതിലെല്ലാ റൗണ്ടിലും നിങ്ങളല്ലേ തോറ്റത് അല്ലേ? അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടൈസനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ റിങ്ങിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു? ഇവനെ കണ്ടിട്ട് ആര് ചാടാ? അടുത്തേക്ക് തന്നെ പോവില്ല. ഇത് സ്ക്രീനിൽ കാണുന്ന മാതിരി ഒന്നുമല്ല, ഇത് കുറച്ച് ഉണ്ട്. ഇവന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് നേരം വെളുത്തു കഴിഞ്ഞാൽ സിംഹം പുറത്തേക്ക് ഇറങ്ങിയല്ല, കാണുന്ന ആളെ തിന്നാളും. ഇവൻ അതേമാതിരി വാതിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആരാണോ അടുത്തുനിന്ന് കിട്ടണ് അപ്പം പിടിച്ചടിച്ചോളും. അച്ഛനെ കിട്ടിയാലും അടിച്ചോളൂ. അച്ഛൻ വരെ ഇവന്റെ അടുത്തേക്ക് പോലും. എന്നിട്ട് ഞാൻ പോണ് എന്നെ ആരും ഉന്തിട്ടാണ്ട റിങ്ങില്. ഏതായാലും നിങ്ങൾ റിങ്ങിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഇറങ്ങിയ ഉടനെ ടൈസന്റെ മുഖത്തൊന്ന് കൊടുത്തിട്ടുണ്ടാവും. എനിക്കൊന്ന് കിട്ടി 600 പൗണ്ടിന്റെ ഒരൊറ്റ കുത്ത്. അതോടുകൂടി എന്റെ മസ്തിഷ്കം തിരിഞ്ഞായി. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ
സംസ്കൃതത്തിൽ പേരാണ് ബുദ്ധിന്റെ മസ്തിഷ്കം. ബുദ്ധി ഇവിടെ ഉണ്ടാവുക, നേരെ ബാക്കിലേക്ക് പോയി പെട്ടെന്നിട്ട് മൂക്കിൽ കൂടെ വെള്ള സാധനം പുറത്തേക്ക്. എന്താ? തലച്ചോറ്. അയ്യോ, എന്താ? അല്ല അത് പ്രശ്നമില്ല, സ്ഥിരമായിട്ട് മൂക്കുപൊടി വലിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. അതാണ് അടച്ച്. പഴയ അടക്കല്ല, പഴയ പൊസിഷനിൽ കൊണ്ട് എത്തിച്ചു ഞാൻ. അതെ. അതിനുശേഷം പിന്നെ ടൈസൺ കുത്തിയോ? പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ബോധമില്ലല്ലോ. ബോധം പോയില്ലേ? നിർണായക ഘട്ടത്തിൽ എനിക്ക് ബോധം പോകും. ഞാനിത് കളിയെപ്പറ്റി അറിയുന്നത് എന്നെ റിങ്ങിന്ന് എടുത്തിട്ട് ഒരാൾ തോളിലിട്ട് കൊണ്ടുപോകുമ്പോ ഒരു കുട്ടി കാല എഴുന്നിട്ട് വാ 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 പ്രകടനം കലക്കി ഗാനമേളയ്ക്ക് മൃദംഗം വായിക്കാനായിരുന്നല്ലോ എന്നെ മടിയിൽ വെച്ച് ടൈസൺ അടിക്കുന്നത്. ബോധമില്ലല്ലോ, ചോദിക്കാനും പറയാൻ ആരെങ്കിലും വേണ്ടേ? അല്ല, നിങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആരെങ്കിലും വേണ്ട? നിങ്ങളെ ഈ പ്രലോഭിച്ച് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ കോച്ച് എന്തൊക്കെയായിരുന്നു? ചേട്ടനെ കാത്തിട്ടാ നിക്കുന്നത്. എന്നിങ്ങനെ പറഞ്ഞു പ്രലോഭിച്ച് റിങ്ങിൽ ഉന്തിട്ടിട്ട് എന്നെ പെരുമ്പാമ്പിന്റെ മാതിരി ടൈസൺ മൂലയിലിട്ട് തച്ചു കൊല്ലുമ്പോ കോച്ച് ഗാലറിയിൽ നിന്ന് കൈയടിക്കുക. വാ 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 കൊല്ലുവാഹനെ കൊല്ലുവാഹനെ കൊല്ലുവാഹനെ. തൊട്ടടുത്തിരിക്കുന്ന പത്തരലയും ചോദിച്ചു, നിങ്ങൾ എന്ത് പോറാ കളിക്കുന്നത്? നിങ്ങൾ അവന്റെ കോച്ചല്ലേ എന്ന്. ഉടനെ കോച്ച് പറഞ്ഞെന്താ, ഹേയ് ഞാൻ അവന്റെ കൂടെ വന്നല്ല, ടൈസന്റെ കൂടെ കളി കാണാൻ വന്ന ആളാന്ന് കൂറുമാറി. സംശയം ചോദിക്കട്ടെ, സത്യത്തിൽ നിങ്ങൾ ബോക്സർ ആണോ? അല്ലടാ, ഞാൻ ഹോട്ടലിൽ വെള്ളപ്പത്തിന് മാവടിക്കുന്ന ആളാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു? ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോറ്റ് കഴിഞ്ഞാലും പൈസ കിട്ടും. പിന്നെ മലയാളികൾ ഇതിനല്ല നടക്കുക, വല്ല ബിസിനസ്സിലും ഗൾഫിലും പോവുക. തോൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ടൈസൺ രക്ഷപ്പെട്ടാറ് കിട്ടണ്ടൊക്കെ കിട്ടി, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടപ്പോ അവസാനത്തെ റൗണ്ടിൽ എന്നെ എന്ത് ചെയ്യണമെന്നായി. അപ്പൊ ഞാൻ കാല് കെട്ടിപ്പിടിച്ച് പറഞ്ഞ, ടൈസ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ തോൽക്കാൻ വേണ്ടി വന്നതാണ്. 2-3 പെൺകുട്ടികൾ ആണ് എനിക്ക്, സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല, എല്ലാം ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ടൈസൺ എന്നെ മൊത്തം നോക്കി എന്ന് പറഞ്ഞാൽ എതിരാളിയായിട്ടല്ല നോക്കി, ഇതെങ്ങനെ ഇത്രയും ഭാരമില്ലാത്ത ഒരാൾ റിങ്ങിലെത്തി. ഉടനെ ഇങ്ങനെ ഒരു തൂക്കല്, ഏങ്ങറമേൽ ഷർട്ട് തൂക്കിയായിരിക്കും തൂക്കിയിട്ട് നേരെ കമ്പ്യൂട്ടറിൽ ഇട്ടു. എന്റെ തൂക്കം അറിയാൻ കമ്പ്യൂട്ടറിൽ ഞാനില്ല. 3 തവണ കമ്പ്യൂട്ടറിലിട്ടപ്പോ കമ്പ്യൂട്ടറിലല്ല. അതെന്താ കാരണം? 50 കിലോമീറ്റർ താഴോട്ട് കമ്പ്യൂട്ടർ എടുക്കൂല.